വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 1 ഫെബ്രുവരി. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 3 ഫെബ്രുവരി മുതൽ 7 ഫെബ്രുവരി വരെയുള്ള വീക്കാണ്. ഇന്ന് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായിട്ടുണ്ട്. കാരണം സാറ്റർഡേ ആണെങ്കിലും ഇന്ന് ബഡ്ജറ്റ് ആയതുകൊണ്ട് മാർക്കറ്റ് നോർമൽ ടൈമിൽ 9:15 മുതൽ 3:30 വരെ ഉണ്ടായിരുന്നുകൊണ്ടും ബഡ്ജറ്റിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും മാർക്കറ്റിലുണ്ടാകുക എന്നുള്ളതും കണ്ടതിന് ശേഷം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്നുള്ളതായിരുന്നു ഇന്നത്തെ ടൈം ടേബിൾ ആയിരുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഇന്നത്തെ ബഡ്ജറ്റിനെ കുറിച്ച് ഞാൻ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഇന്ന് കവർ ചെയ്യുന്നുണ്ട്. എന്തായാലും ബഡ്ജറ്റിലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് എന്തായാലും സാധിക്കില്ല. പക്ഷേ ബേസിക്കലി ഇന്നത്തെ ബഡ്ജറ്റിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഇന്ന് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്ത ബഡ്ജറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടായിട്ട് ഒരു കാര്യം, ഇപ്പോഴത്തെ നമ്മുടെ എക്കണോമിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് മിഡിൽ ക്ലാസിൻ്റെ കയ്യിലേക്ക് കൂടുതൽ പണം എത്തിക്കുക എന്നുള്ളൊരു കാര്യം. അതിനു വേണ്ടിയിട്ട് ടാക്സ് സ്ട്രക്ചറിൽ കുറേയധികം വ്യത്യാസം വരുത്തിക്കൊണ്ട് അത് ഡിക്ലെയർ ചെയ്യുകയുണ്ടായി. അതെന്തായാലും കുറേയധികം ആ ചേഞ്ചസ് വരുന്നത് കൊണ്ട് തന്നെ കുറേയധികം ടാക്സ് ഇൻഡിവിജ്വൽസ് അടയ്ക്കുന്നതിൽ കുറവ് വരും. അങ്ങനെ വരുമ്പോൾ ആ പണം മാർക്കറ്റിലേക്ക് സ്പെൻഡിങ്ങിലേക്ക് വരുമ്പോൾ കുറേയധികം കൺസംഷനിലും അതുപോലെ തന്നെ ഗ്രോത്തിലേക്കും കുറേയധികം ചേഞ്ചസ് വരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു പോയിന്റ് എന്തായാലും സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. കാരണം പ്രത്യേകിച്ചും കൺസംഷൻ സ്റ്റോക്സിനൊക്കെ വളരെ ബെനിഫിഷ്യലായിരിക്കും ഈ ഒരു തീരുമാനം എന്ന കാര്യത്തിൽ എന്തായാലും യാതൊരു സംശയവും വേണ്ട. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇത് 12 lakhs വരെയുള്ള ഇൻകമുള്ള ഇൻഡിവിജ്വൽസിൻ്റെ ടാക്സ് നിൽ ടാക്സ് ആണ് വരിക എന്നുള്ളതാണ് ബജറ്റിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ആ ടാക്സ് സ്ലാബുകളിലും കുറേയധികം വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേസിക്കലി നമുക്കതൊന്ന് നോക്കുകയാണെങ്കിൽ 4 lakhs വരെയുള്ള ഇൻകത്തിന് നിൽ ടാക്സും 4 to 8 lakhsന് 5% ടാക്സും അതുപോലെ 8 to 12 lakhs വരെ ഇൻകം ഉള്ളതിന് 10% ടാക്സും 12 to 16 lakhs വരെ 16%, 16 to 20 lakhs വരെ 20%, 20 to 24 lakhs വരെ 25%, എബോ 24 lakhs 30% ടാക്സുമാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ടാക്സ് റിബേറ്റ് കൂടെ എടുത്തു കഴിയുമ്പോൾ ടോട്ടൽ ഇൻകം ഒരു 12 lakhs വരുന്ന ആൾക്ക് 0 ടാക്സ് വരികയുള്ളൂ. അപ്പോൾ അതാണ് ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ട ഒരു കാര്യം. അത് നമുക്ക് റിബേറ്റ് ഈ ടാക്സ് സ്ലാബുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും 87A എന്നുള്ള സെക്ഷൻ പ്രകാരമുള്ള റിബേറ്റുകൾ ക്ലെയിം ചെയ്യുമ്പോഴാണ് ഇതുപോലെ നിൽ ടാക്സ് വരിക. അതിൽ കുറച്ച് പേര് ബജറ്റിൽ ഇത് പറഞ്ഞതിന് ശേഷം കുറച്ച് പേര് ഇതിനെക്കുറിച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുകയുണ്ട്. അപ്പോൾ അത് കുറച്ച് പേര് ഡൗട്ട്സ് റേസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ജസ്റ്റ് നമുക്കൊരു സ്ലൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ആകും. അതായത് നമ്മൾ ഈ എങ്ങനെയാണ് 12 lakhs വരെ ഇൻകം ഉള്ളവർക്ക് നിൽ ടാക്സ് വരുന്നത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 4 lakhs നോക്കുകയാണെങ്കിൽ 0 ആണ് ടാക്സ് വരിക. അതേസമയം നെക്സ്റ്റ് 4 lakhsന്, അതായത് 4 lakhs to 8 lakhsൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 5% ആണ്. അതായത് 4 lakhsൻ്റെ 5% എന്ന് പറയുന്നത് 20,000 ആണ്. അതേസമയം നെക്സ്റ്റ് 4 lakhs 8 lakhs to 12 lakhsൻ്റേത് 4 lakhs ഇൻകത്തിന് 10% വരുമ്പോൾ 40,000 ആണ് ഇൻകം ടാക്സ് വരിക. അപ്പോൾ ഇതുവരെയുള്ളത് 12 lakhs വരെയുള്ള ഇൻകത്തിൻ്റെ ടാക്സ് ആയിട്ട് 20,000ഉം 40,000ഓടും ആഡ് ചെയ്യുമ്പോൾ 60,000 ആണ് ടാക്സ് വരുന്നത്. അതേസമയം റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A വരുന്നത് 60,000 ആണ്. അപ്പോൾ 12 lakhs വരെയുള്ള ഇൻകത്തിന് 87A എന്നുള്ള സെക്ഷൻ പ്രകാരമുള്ള റിബേറ്റ് കൂടെ ക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ ഈ 60,000 കൂടെ അടയ്ക്കാതിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിൽ ടാക്സിലേക്ക് വരും. അതേസമയം സാലറീഡ് ഇൻഡിവിജ്വൽസിന് 12.75 lakhs വരെയും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ടുള്ള 75,000 കൂടെ ക്ലെയിം ചെയ്യുമ്പോൾ അവർക്കും 12,75,000 നിന്നും 75,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ച് 12 lakhs വരെ ഇൻകം വരുന്നത് വരെയും 0% ടാക്സ് എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇതുപോലെ ടാക്സ് സ്ലാബുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും 12 lakhs വരെയും ഇൻകം ടാക്സ് അടയ്ക്കാതെ സാധിക്കുന്നത്. അതേസമയം നമുക്ക് നോക്കുകയാണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ടുള്ള
20%, അതുപോലെ തന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ടുള്ള 12.5% അതേപടി നിൽക്കുന്നുണ്ട്. അതിൽ യാതൊരു വിധത്തിലുള്ള ചേഞ്ചസും വരുത്തിയിട്ടില്ല എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ ഈ ഫിനാൻസ് മിനിസ്റ്റർ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത് പുതിയതായിട്ടുള്ള നെക്സ്റ്റ് വീക്കിൽ ഒരു പുതിയ ഇൻകം ടാക്സ് ബില്ല് നെക്സ്റ്റ് വീക്കിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ടാക്സ് സ്ട്രക്ചർ സിംപ്ലിഫൈ ചെയ്തുകൊണ്ടുള്ളതായിരിക്കും പുതിയതായിട്ടുള്ള ഇൻകം ടാക്സ് ബില്ല്. അത് പക്ഷേ അവതരിപ്പിച്ച് അത് പാസ്സായി വരുന്നത് എന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഡേറ്റൊക്കെ വരുന്നത്. അതുകൊണ്ട് എന്തായാലും നെക്സ്റ്റ് വീക്കിൽ ഒരു പുതിയ ഇൻകം ടാക്സ് ബില്ല് പാർലമെൻറ്റിൽ വരുന്നുണ്ട്. അതും കുറച്ചുകൂടെ വരും ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ ടാക്സിൻ്റെ സ്ട്രക്ചറിലോ അതുപോലെ തന്നെ ഇതിൻ്റെ കുറേയധികം കൂടി സിംപ്ലിഫിക്കേഷൻ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കുറേയും കൂടി ടാക്സിൻ്റെ കാര്യങ്ങളിലൊക്കെ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും അതുപോലെ തന്നെ അതിൻ്റെ പേയ്മെൻറ്റുകളും എല്ലാം കുറച്ചും കൂടി സിംപ്ലിഫിക്കേഷൻ ചെയ്യാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നുള്ളതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ബജറ്റിലുണ്ടായിരുന്നത് കുറേയധികം അഗ്രികൾച്ചർ റീഫോംസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് ഫാമേഴ്സിൻ്റെ കയ്യിലുള്ള ഇൻകം കൂട്ടുന്നതിന് കാരണമാകും എന്നുള്ളത് തന്നെയാണ്. ഇതുപോലെ ഇന്ന് വന്നിട്ടുള്ള ബജറ്റ് ഹെൽത്ത് കെയർ സെക്ടറിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ബജറ്റാണ്. ഒരു 10,000 സീറ്റ്സ് ആണ് മെഡിക്കൽ കോളേജസിലേക്കും അതുപോലെ തന്നെ മെഡിക്കൽ ഹോസ്പിറ്റൽസിലും ഫിനാൻഷ്യൽ ഇയർ 26 ആഡ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ഡിസ്ട്രിക്ട്സ് ഹോസ്പിറ്റലുകളിലും ഡേ കെയർ ക്യാൻസർ സെൻറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനും ഉണ്ട്. ഇത് രണ്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ തന്നെയാണ് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ സെക്ടറിനെ സംബന്ധിച്ചിടത്ത് നോക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇന്ന് ഹെൽത്ത് കെയർ സെക്ടറിലെ കുറേയധികം സ്റ്റോക്കുകൾ വളരെ പോസിറ്റീവാണ് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടർ നോക്കുകയാണെങ്കിൽ ഡിഫൻസ് കമ്പനീസിന് കൂടുതൽ അലൊക്കേഷൻ വന്നിട്ടുണ്ട്. ഡിഫൻസ് ബഡ്ജറ്റ് 36,959 crores ഇൻക്രീസാണ് വന്നിട്ടുള്ളത്. അതായത് ഡിഫൻസ് ബഡ്ജറ്റ് ഇൻക്രീസ്ഡ് ഫ്രം 4.54 trillion to 4.91 trillion ആണ്. അപ്പോൾ ഡിഫൻസ് കമ്പനീസിന് വരും ദിവസങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള ദിവസങ്ങളായിരിക്കും. അതുപോലെ റെയിൽവേ സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ പക്ഷേ വലിയൊരു കറക്ഷൻ ഫേസ് ചെയ്യുകയുണ്ടായി. RVNL പോലെയുള്ള ചില സ്റ്റോക്കുകളൊക്കെ 9% ഒന്ന് കറക്റ്റ് ചെയ്യുന്നത് കണ്ടു. അതിന് പ്രധാനപ്പെട്ട കാരണം ഒരു റെയിൽവേ ബഡ്ജറ്റ് ഒരു ഡബിൾ ഡിജിറ്റ് ബഡ്ജറ്റ് ഇൻക്രീസ് ആണ് പ്രതീക്ഷിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ അത് ബഡ്ജറ്റ് ഇൻക്രീസ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് എമൗണ്ട് തന്നെയായിട്ട് നിലനിർത്തുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് റെയിൽവേ സ്റ്റോക്കുകളിലെല്ലാം ഒരു കറക്ഷൻ ഉണ്ടായത്. പക്ഷേ വരും ദിവസങ്ങളിൽ റെയിൽവേ സ്റ്റോക്കുകൾ വീണ്ടും പഴയ ലെവലിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ റെയിൽവേ സ്റ്റോക്സ് പലരും ഹോൾഡ് ചെയ്യുന്ന ഒരു സെക്ടറാണ്. ആ സ്റ്റോക്സ് ഇനി ഹോൾഡ് ചെയ്യുക. കാരണം ഇന്ത്യയിൽ ഏറ്റവും ഗ്രോത്ത് ഉള്ളൊരു വരാൻ പോകുന്ന ഒരു സെക്ടറാണ് റെയിൽവേ. അപ്പോൾ വരും ദിവസങ്ങളിൽ അതിലും നമുക്ക് കുറേയധികം ഇമ്പ്രൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. എന്തായാലും ബഡ്ജറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ മൂലം മുകളിലേക്ക് പോയിരുന്ന ആ ഒരു ഇൻക്രീസാണ് ഇപ്പോൾ ഒരു കറക്ഷനിലൂടെ നമ്മൾ കണ്ടിരിക്കുന്നത്. അതുപോലെ സീനിയർ സിറ്റിസൺസിന് വലിയൊരു റിലീഫ് വന്നിട്ടുണ്ട്. അവരുടെ ഇൻകം ടാക്സ് ഇൻട്രസ്റ്റ് ഇൻകത്തിലുള്ള ടാക്സ് ഡിഡക്ഷൻ ഒരു 1 lakhലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് 50,000 വരെയാണ് ഡിഡക്ഷൻ കിട്ടിയിരുന്നതെന്നുണ്ടെങ്കിൽ 1 lakh വരെയുള്ള ഇൻട്രസ്റ്റ് ഇൻകത്തിലാണ് ഇനി അവർക്ക് ഡിഡക്ഷൻ കിട്ടുക. അതുപോലെ തന്നെ TDS റെൻറ്റിൽ ഉള്ള TDS കുറയ്ക്കേണ്ടത് 6 lakhsലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതും ഒരു മേജറായിട്ടുള്ളൊരു ബെനിഫിറ്റ് ആയിരിക്കും. ഇത്രയാണ് നമ്മളിന്ന് ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന പോയിൻറ്റ്സ്. എസ്പെഷ്യലി ഞാൻ എൻ്റെ പേഴ്സണൽ വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഈ മിഡിൽ ക്ലാസ്സിന് ഇതുപോലെയുള്ള ഹ്യൂജ് ഇൻകം ടാക്സിൻ്റെ സ്ലാബിൽ വന്നിട്ടുള്ളൊരു വ്യത്യാസം 12 lakhs വരെയും നിൽ ടാക്സ് എന്നുള്ളത് വരുമ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ 1 lakh വരെ മന്ത്ലി ഇൻകം ഉള്ള ഒരാൾ ഇൻകം ടാക്സിൻ്റെ ബ്രാക്കറ്റിന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതൊരു വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. കാരണം ആ ഒരു 1 lakhും അവർക്ക് സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സേവ് ചെയ്യാനും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് കുറേയധികം എമൗണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്കും മ്യൂച്വൽ ഫണ്ട്സിലേക്കും ഒക്കെ വരുമ്പോൾ സ്റ്റോക്കുകളിലേക്കൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരികയും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എസ്പെഷ്യലി ഇപ്പോഴത്തെ പുതിയ യങ് ജനറേഷനൊക്കെ കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നമ്മുടെ മാർക്കറ്റിന് അതൊരു വളരെ ഫേവറബിളായിട്ട് മാറും.
ഇന്ന് ഒരുപക്ഷെ മാർക്കറ്റ് കുറച്ച് വൊളാറ്റിലിറ്റി ഓടുകൂടിയാണ് ട്രേഡ് ചെയ്തത്. 26 പോയിൻറ്റ്സ് മൈനസായാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതിനൊരു കാരണം ഇന്ന് നമുക്കറിയാം സാറ്റർഡേ ആണ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ആക്റ്റീവ് അല്ലായിരുന്നു. അതുപോലെ ഇന്ന് ഒരു അഡീഷണൽ വർക്കിംഗ് ഡേ ആയിരുന്നുകൊണ്ടുള്ള ഒരു മാർക്കറ്റിൻ്റെ ഒരു വൊളാറ്റിലിറ്റി ആയിരുന്നു നമ്മൾ കണ്ടത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റിന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ടാക്സ് സ്ലാബ് 12 lakhsലേക്ക് വന്നിരിക്കുന്നതും, അതുപോലെ തന്നെ ഫർദർ 24 lakhs വരെയുള്ള ഇൻകത്തിൻ്റെയും ടാക്സ് സ്ലാബുകൾ കുറച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ വീണ്ടും ഇൻകം മിഡിൽ ക്ലാസിൻ്റെ കയ്യിലേക്ക് വരുന്നുണ്ട്. അത് അപ്പർ ക്ലാസ്സിലുള്ളവരുടെയും ഇതുപോലെയുള്ള സ്ലാബുകൾ കുറച്ചിരിക്കുന്നതുകൊണ്ട് അവരുടെയും ഇൻകത്തിൽ കൂടുതൽ ഡിസ്പോസിബിൾ ഇൻകം കൂടുന്നതുകൊണ്ട് തന്നെ അത് മാർക്കറ്റിലേക്ക് വരികയും വരും ദിവസങ്ങളിൽ ഓട്ടോമൊബൈൽ സെക്ടർ പോലെയുള്ള സെക്ടറുകളൊക്കെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള കാര്യമായിട്ട്, അതുപോലെ തന്നെ കൺസ്യൂമർ ഗുഡ്സൊക്കെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള കാരണമാവുകയും ചെയ്യും. നമുക്കറിയാം ഒക്ടോബർ മന്ത് മുതൽ ഓട്ടോമൊബൈൽ കമ്പനികളുടെയൊക്കെ ഇൻവെൻട്രി കൂടിയതുകൊണ്ടാണ് ഓട്ടോമൊബൈൽ സ്റ്റോക്സിൽ നിന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കറക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഓട്ടോമൊബൈൽ സെക്ടർ എന്ന് തന്നെയായിരിക്കും ആ ഒരു മാർക്കറ്റിൻ്റെ ഒരു റീബൗണ്ടും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഈ ബജറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറീസ് ആകാൻ പോകുന്ന ഒരു സെക്ടർ കൺസ്യൂമർ ഗുഡ്സും അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ സെക്ടറും ആയിരിക്കും. അതുപോലെ കഴിഞ്ഞ ദിവസത്തിൽ സെബി ഒരു പുതിയൊരു സർക്കുലർ കൊണ്ടുവരികയുണ്ടായി. ഫിനാൻഷ്യൽ ഇൻഫ്ലുവേഴ്സിനെ കുറേയധികം കാര്യങ്ങളിൽ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട്, അതായത് അവർ ഫിനാൻഷ്യൽ ഇൻഫ്ലുവേഴ്സ്, അതായത് യൂട്യൂബിലൊക്കെ ലൈവായിട്ടൊക്കെ മാർക്കറ്റിൽ വന്ന് സംസാരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ സെബി രജിസ്റ്റേർഡ് അല്ലാത്ത, അതായത് റിസർച്ച് അനലിസ്റ്റ് ആയിട്ടൊക്കെ സെബി രജിസ്റ്റേർഡ് അല്ലാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെബി ഇൻ്റർമീഡിയറീസ് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ലൈവ് പ്രൈസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള എഡ്യൂക്കേഷൻ ആണ് എന്ന രീതിയിൽ നടത്തുന്ന ക്ലാസ്സുകളൊന്നും ഇനി നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിൽ പ്രധാന റെസ്ട്രിക്ഷൻ വന്നിട്ടുള്ളത്. അതിൽ എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിനെയൊക്കെ അത് ബാധിക്കുക എന്നുള്ളൊരു ചോദ്യം പലരും ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ ഒരു കാര്യം വളരെ ക്ലിയറായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് എന്നുള്ള സ്ഥാപനം 2014 മുതൽ സെബി രജിസ്റ്റേർഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ, അതായത് റെഗുലേഷൻ വരുന്നത് 2014 2013 മുതലാണ് നമ്മൾ സർവീസ് ആരംഭിക്കുന്നത്. അതിന് ശേഷമാണ് ഈ റെഗുലേഷൻ വരുന്നത്. റെഗുലേഷൻ വന്ന ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നമ്മളിതിൽ സെബിയിൽ രജിസ്ട്രേഷൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നും നമ്മൾ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനമായിട്ടും എല്ലാ റെഗുലേഷൻസും കംപ്ലൈ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സ്ഥാപനമായിട്ട് തന്നെയാണ് ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ യൂട്യൂബിൽ കുറേയധികം പേര് നമ്മൾ ഇതിന് എല്ലാ വീക്കിലി അപ്ഡേഷനും വേണ്ടി ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ റെഗുലേഷൻസ് വരുന്നുണ്ട്, അതിൽ കുറേയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് കംപ്ലൈ ചെയ്തുകൊണ്ട് നമ്മളതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അതേസമയം നമ്മൾ ഇപ്പോഴത്തെ വീഡിയോ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അതിൽ തന്നെ ഞങ്ങൾ കുറച്ചധികം ആർക്ക് വേണമെങ്കിലും റെക്കമെൻഡേഷൻസ് നൽകുക എന്നുള്ളൊരു കാര്യം ഇനി പ്രാക്ടിക്കലി ചെയ്യാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കുറേയധികം ലൈവ് റെക്കമെൻഡേഷൻസും അല്ലെങ്കിൽ ലൈവായിട്ടുള്ള കാര്യങ്ങളും ചെയ്തിരുന്നത് സംബന്ധിച്ചിടത്തോളം ഇനി അതൊരു വരും ദിവസങ്ങളിൽ അതൊരു പണിഷബിൾ ഒഫൻസാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിന്ന് പരമാവധി എല്ലാവരും പിന്നിലേക്ക് പോവുകയും, അതേസമയം രജിസ്റ്റേർഡ് ആയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നതിൽ കുറേ ഡിസിപ്ലിൻ വേണം. അതിലൊരു കാര്യം ഞങ്ങൾ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ഞങ്ങളുടെ ആപ്ലിക്കേഷനിലൂടെയാണ് ഞങ്ങളുടെ ഇപ്പോൾ ഡയമണ്ട് പിക്സ് ഒക്കെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നത്. ഞങ്ങൾ വാട്സപ്പിൽ നിന്നൊക്കെ റിലീസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി വാട്സപ്പിൽ നിന്ന് ഇതെല്ലാം ഷിഫ്റ്റ് ചെയ്ത് ഞങ്ങളുടെ ആപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ലേറ്റസ്റ്റ് ആയുള്ള ഡയമണ്ട് പിക്ക് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ റിലീസ് ചെയ്ത ഡയമണ്ട് പിക്ക് 27 ഞങ്ങൾ റിലീസ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ആപ്പിലാണ്. അപ്പോൾ ആ റെക്കമെൻഡേഷൻ ആപ്പിൽ മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ക്ലയൻസിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് അത് വായിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേസമയം അല്ല എന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലേക്കൊക്കെ അത് ഇങ്ങനെ കോപ്പി ചെയ്ത് പോകുന്നതുകൊണ്ട് കുറേയധികം ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായിരുന്നതുകൊണ്ട് അത് കൂടുതൽ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഞങ്ങൾക്ക് പിന്നീട് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് റെഗുലേറ്റർ കുറേ കൂടി സ്ട്രിക്റ്റ് ആവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ആപ്ലിക്കേഷനിലൂടെ മാത്രം റെക്കമെൻഡേഷൻസ് കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടാണ്. നമ്മൾ മൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ള ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്.
നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,508 416 പോയിൻറ്റ്സ് ആഡ് ചെയ്താണ് നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരുന്നത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് സെൻസെക്സിൻ്റെ ചാർട്ടാണ്. സെൻസെക്സിൻ്റെ ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും ഫ്രൈഡേയിൽ സെൻസെക്സ് ക്ലോസ് ചെയ്തിരുന്നത് 77,500 1310 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താണ് സെൻസെക്സ് ക്ലോസ് ചെയ്തിരുന്നത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണ്. മിഡ് ക്യാപ്പ് ഇൻഡെക്സ് നമുക്ക് കാണാം 53,712 499 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്തായിരുന്നു കഴിഞ്ഞ ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നമുക്ക് കാണാം 16,910 45 പോയിൻറ്റ്സ് താഴ്ന്നാണ് കഴിഞ്ഞ വീക്കിൽ ഫ്രൈഡേയിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ എല്ലാ വീക്കിലും ഈ മാർക്കറ്റിൽ ഹൈ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ള ചില സ്റ്റോക്കുകൾ ഉണ്ട്. അതിൽ 3-4 സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ സ്റ്റോക്കാണ് GRSE, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് എഞ്ചിനീയേഴ്സ് എന്നുള്ള കമ്പനി. GRSE എന്നുള്ള കമ്പനി കഴിഞ്ഞ വീക്കിൽ ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരുന്നത് 1624 ഈ സ്റ്റോക്ക് ഒരു നല്ലൊരു കറക്ഷന് ശേഷം ഇപ്പോൾ ഒരു കൺസോളിഡേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം വരും ദിവസങ്ങളിൽ സ്റ്റോക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ സിയൻഡ് എന്നുള്ള സ്റ്റോക്ക്, ഈ സ്റ്റോക്ക് IT കൺസൾട്ടിങ് ആൻഡ് സോഫ്റ്റ്വെയർ എന്നുള്ള ഇൻഡസ്ട്രി എന്നുള്ള കമ്പനിയാണ്. ഈ കമ്പനി വളരെ നല്ലൊരു കറക്ഷനിലൂടെ കടന്നു പോയതിന് ശേഷം 1269 ഒരു മന്ത്ലി സപ്പോർട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് റീബൗണ്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ ഫ്രൈഡേയിൽ സ്റ്റോക്ക് 1454 ക്ലോസ് ചെയ്തിരുന്നത്. സിയൻഡും നമുക്ക് ഈ ലെവലിൽ നിന്ന് ഒരു റീബൗണ്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ ബ്രിഗേഡ് എൻ്റർപ്രൈസസ് ഉള്ള സ്റ്റോക്ക്, റിയാലിറ്റി ഇൻഡസ്ട്രി എന്നുള്ള ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തിൽ ഒരു കറക്ഷന് ശേഷം 1171 ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരുന്നത്. ബ്രിഗേഡും നമ്മൾക്ക് ഈ ലെവലിൽ നിന്നൊക്കെ ഒരു റീബൗണ്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള സ്റ്റോക്ക്, ഇത് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് എന്നുള്ള ഇൻഡസ്ട്രി എന്നുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കും ഒരു കറക്ഷന് ശേഷം 1436 കഴിഞ്ഞ ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരുന്നത്. ഈ സ്റ്റോക്കും ഇവിടെ നിന്ന് നമുക്കൊരു അപ്വേർഡ് ട്രെൻഡ് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഞങ്ങളുടെ ഡയമണ്ട് പിക്ക്, ലേറ്റസ്റ്റ് ഡയമണ്ട് പിക്കായ ഡയമണ്ട് പിക്ക് 27 റിലീസ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോക്ക് ഇപ്പോഴും ഒരു ബൈ റേഞ്ചിൽ തന്നെയാണ് ഉള്ളത്. ആ സ്റ്റോക്ക് സബ്സ്ക്രൈബ് ചെയ്യേണ്ടവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. വരും ദിവസങ്ങളിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പൊട്ടൻഷ്യലുള്ള ഒരു സ്റ്റോക്കിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ട് കൂടിയാണ് ഞങ്ങൾ ഡയമണ്ട് പിക്ക് 27 ഞങ്ങൾ റിലീസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻ എന്നുള്ള ഞങ്ങളുടെ ഷോർട്ട് ടൈം ഡെലിവറി റെക്കമെൻഡേഷൻസിൽ കുറച്ചധികം സ്റ്റോക്കുകൾ ഞങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ലുമാക്സ് ടെക്നോളജി എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 540 ലെവലിലാണ് എൻ്റർ ചെയ്തിരുന്നത്. ഈ സ്റ്റോക്ക് ഒരു 675 ഒരു 25% പ്രോഫിറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അതുപോലെ മറ്റൊരു സ്റ്റോക്കായിരുന്നു AAA വെൽത്ത് ബിൽഡറിൽ മാൻ ഇൻഫ്ര എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 158 എൻ്റർ ചെയ്ത് 255 ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ 61% പ്രോഫിറ്റ് ആണ് അത് ബുക്ക് ചെയ്തത്. അതുപോലെ തന്നെ GPIL എന്നുള്ള സ്റ്റോക്ക് 205 എൻ്റർ ചെയ്ത് 230 ഞങ്ങൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ 13% പ്രോഫിറ്റും. അതുപോലെ ആസ്കോട്ടോ എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ ഒരു 435 എൻ്റർ ചെയ്തതിന് ശേഷം 495 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 13% പ്രോഫിറ്റുമാണ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ മറ്റു സ്റ്റോക്കായിരുന്നു ജീനസ് പവർ. ഈ സ്റ്റോക്ക് ഞങ്ങൾ 425 എൻ്റർ ചെയ്തതിന് ശേഷം 480 ഞങ്ങൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ 13% പ്രോഫിറ്റും. അതുപോലെ മറ്റൊരു സ്റ്റോക്കായിരുന്നു ബ്ലിസ് GVS. ഈ സ്റ്റോക്ക് 132 എൻ്റർ ചെയ്തതിന് ശേഷം 165 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 25% പ്രോഫിറ്റുമാണ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ ഏറ്റവും നല്ല പെർഫോം ചെയ്ത സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ് 16% ഉയർന്നും, RVNL 13% ഉയർന്നും, അതുപോലെ ബാങ്ക് ഓഫ് ഇന്ത്യ 12% ഉയർന്നും, ഐനോക്സ് വിൻഡ് 12% ഉയർന്നും, ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ 11% ഉയർന്നും, മക്രോടെക് ഡെവലപ്പേഴ്സ് 11% ഉയർന്നും, സെഞ്ചുറി ടെക്സ്റ്റൈൽസ് 11% ഉയർന്നും, ബ്രിഗേഡ് എൻ്റർപ്രൈസ് 10% ഉയർന്നും, നവീൻ ഫ്ലൂറാൻ 9% ഉയർന്നും, HBL പവർ സിസ്റ്റംസ് 9% ഉയർന്നും, സിഗ്നേച്ചർ ഗ്ലോബൽ 9% ഉയർന്നും, ഹിറ്റാച്ചി എനർജി 8% ഉയർന്നും, ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് 8% ഉയർന്നും, ശോഭ 8% ഉയർന്നും, അതുപോലെ NBCC 8% ഉയർന്നുമാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഈ സ്റ്റോക്കുകളെല്ലാം വരും ദിവസങ്ങളിലും ഒരു അപ് ട്രെൻഡ് കീപ്പ് ചെയ്യാനുള്ള സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളെ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം.
അതുപോലെ കഴിഞ്ഞ വീക്കിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ കഴിഞ്ഞ മൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ള ഡാറ്റയാണിത്. കഴിഞ്ഞ വീക്കിൽ FIs 18,294.6 ക്രോർസിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 19,647.3 ക്രോർസിൻ്റെ ബയേഴ്സും ആയിരുന്നു. അടുത്തതായി നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. മൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ള ഡാറ്റയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. സാറ്റർഡേയിലെ ഡാറ്റ നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇന്നത്തെ അനാലിസിസിന്. അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ് നമ്മൾ കാണുന്നത്. 24th ജാനുവരിയിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 23,092 27th ജാനുവരിയിൽ 263 പോയിൻറ്റ്സ് താഴ്ന്നും 28th ജാനുവരിയിൽ 128 പോയിൻറ്റ്സ് ഉയർന്നും 29th ജാനുവരിയിൽ 205 പോയിൻറ്റ്സ് ഉയർന്നും 30th ജാനുവരിയിൽ 86 പോയിൻറ്റ്സ് ഉയർന്നും 31st ജാനുവരിയിൽ 258 പോയിൻറ്റ്സ് ഉയർന്നുമാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. എന്തായാലും നിഫ്റ്റി 416 പോയിൻറ്റ്സ് ഉയർന്നാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടിൽ നമുക്ക് കാണാം ജനുവരിയിൽ 136 പോയിൻറ്റ്സ് താഴ്ന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതുപോലെ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ നിഫ്റ്റിയുടെ 20 DMA വരുന്നത് 23,274 50 DMA വരുന്നത് 23,818 200 DMA വരുന്നത് 23,998 അതേസമയം 100 DMA വരുന്നത് 24,310 ആയിരിക്കും. അതേസമയം നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ പിവറ്റ് പോയിൻ്റായിട്ട് നിൽക്കുക 23,280 ആയിരിക്കും. അതിന് മുകളിൽ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ലെവലുകൾ 23,507 23,774 24,040 24,227 24,534 അതുപോലെ 24,947 25,667 ആയിരിക്കും. ഞാൻ നിഫ്റ്റിയുടെ 23,280 താഴെ നമ്മൾ ഒരു സപ്പോർട്ട് ലെവലായിട്ട് നമ്മൾ കഴിഞ്ഞ കറക്ഷൻ്റെ ടൈമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു പോയിൻ്റാണ് 23,189. ആ ലെവലിന് മുകളിലേക്ക് ഇപ്പോൾ കംഫർട്ടബിളി നിഫ്റ്റി മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതിന് താഴെ സപ്പോർട്ട് ലെവലുകൾ 22,787 22,520 22,254 22,067 നമുക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ മാർക്കറ്റിൻ്റെ ഈ 23,189 എന്നുള്ള ലെവൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു കൺസോളിഡേഷന് ശേഷമുള്ള റീബൗണ്ട് വരും ദിവസങ്ങളിൽ 24,534 വരെയുള്ള മൂവ്മെൻറ്റിന് ഉള്ള ഒരു കൺസോളിഡേഷനാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് 24,000 മുകളിലേക്ക് കംഫർട്ടബിളി നിഫ്റ്റി ഇനി മുകളിലേക്ക് മൂവ് ചെയ്യുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് നിഫ്റ്റിക്ക് ഒരു ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 24,227 ലോവർ റേഞ്ച് 22,254 ആയിരിക്കും. അതേസമയം പിവറ്റ് പോയിൻ്റായിട്ട് നിൽക്കുക 23,280 ആയിരിക്കും. അടുത്ത നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. നമ്മുടെ ഈ വീക്കിലെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് UPL ആണ്. ഈ സ്റ്റോക്ക് ഒരു 603ക്ക് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ലഭിക്കുകയാണെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് ആയിരിക്കുക 680 ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് UPL ആണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് അവാന്തി ഫീഡ്സ് ആണ്. ഈ സ്റ്റോക്കും ഒരു 707 മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കുകയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് 780 ആയിരിക്കും. അതുപോലെ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക് ഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയർ, RVNL, HPL എഞ്ചിനീയറിംഗ്, ശാരദ എനർജി, അതുപോലെ ലോറസ് ലാബ്സ് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളും ഒരു അപ് ട്രെൻഡിൽ ആയതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഈ സ്റ്റോക്കുകളെയും കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.